വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ KTT കാറ്റഗറി 1 2025 ജനുവരിയിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഇനി അതിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. നോക്കിക്കേ, 20ാമത്തെ ചോദ്യമാണ് പറയുന്നത്, കേരളത്തിന്റെ അതിരുകൾ തിരിച്ചറിയുന്നതിന് അനുയോജ്യമായ പഠന പ്രവർത്തനം. കേരളത്തിന്റെ അതിരുകൾ നമുക്കറിയാം, നമ്മുടെ ആ ഒരു ബോർഡർ തിരിച്ചറിയാനായിട്ട് നമുക്ക് അനുയോജ്യമായ കുട്ടികൾക്ക് വേഗം മനസ്സിലാക്കുന്ന തരത്തിൽ എങ്ങനെ ബോർഡറുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. നോക്കിയേ, ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? കേരളത്തിന്റെ ഭൂപടം ഭിത്തിയിൽ തൂക്കിയിട്ട് അതിരുകൾ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പൊ ഭൂപടത്തിന്റെ അല്ലെങ്കിൽ ഒരു മാപ്പ് എന്ത് ചെയ്യുന്നു? ഭിത്തിയിൽ തൂക്കിയിട്ടിട്ട് നമ്മൾ ഇതാണ് ഈസ്റ്റ്, ഇത് വെസ്റ്റ്, ഇത് നോർത്ത്, ഇത് സൗത്ത് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ എന്താണ്? കേരളത്തിന്റെ ഭൂപടം നിലത്ത് യഥാർത്ഥ ദിശയിൽ നിവർത്തി വെച്ച് അതിരുകൾ തിരിച്ചറിയുന്നു. എന്ത് ചെയ്യണം? ഭൂപടം നമ്മൾ മാപ്പ് എടുക്കുന്നു, അത് നിലത്ത് വെച്ചിട്ട് യഥാർത്ഥ ദിശ, അതായത് നോർത്ത് എങ്ങോട്ടേക്ക്, നോർത്തിലേക്ക് പോയിന്റ് ചെയ്യണം, സൗത്തിലേക്ക് പോയിന്റ് ചെയ്യണം. ആ രീതിയിൽ കറക്റ്റ് ദിശ ഏതാണോ ആ രീതിയിൽ താഴെ വിരിച്ചിട്ടിട്ട് എന്ത് ചെയ്യുന്നു? അത് വെച്ചിട്ട് കുട്ടികൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഇത് നോർത്താണ്, ഇത് സൗത്താണ്, ഇവിടെ അറബിക്കടലാണ്, അവിടെ ഇന്ത്യൻ ഓഷൻ ആണ് എന്നൊക്കെ എന്ത് ചെയ്യുന്നു? പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, അടുത്തത് ജിക്സോ രീതി ഉപയോഗപ്പെടുത്തി അതിരുകൾ തിരിച്ചറിയുന്നു. ജിക്സോ മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? അതിരുകൾ പറഞ്ഞു കൊടുക്കുന്നു. ഇനി ഗ്ലോബ് ഉപയോഗിച്ച് അതിരുകൾ മനസ്സിലാക്കുന്നു. അതേപോലെ എന്താണ്? മാപ്പ് ഒന്നുമല്ല നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, എന്താണ്? ഗ്ലോബ് എടുക്കുന്നു. ഗ്ലോബ് എടുത്തിട്ട് അതും ഗ്ലോബ് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് കേരളത്തിന്റെ ആ ഒരു പൊസിഷൻ എടുത്തിട്ട് ഇവിടെ എവിടെയൊക്കെയാണ് അതിരുകൾ, അല്ലെങ്കിൽ നോർത്ത് ഇവിടെയാണ്, സൗത്ത് ഇവിടെയാണ്, അല്ലെങ്കിൽ ഇവിടെ തമിഴ്നാടാണ് എന്ന അതിരുകൾ പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പൊ ഏതായിരിക്കും ഇതിൽ നമുക്ക് ഏറ്റവും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആയിരിക്കും അല്ലെ. അതായത് കേരളത്തിന്റെ എന്ത് ചെയ്യുന്നു? മാപ്പ് എടുക്കുന്നു, അത് നമ്മൾ കറക്റ്റ് ഏത് ഡയറക്ഷൻ ആണോ ആ ഡയറക്ഷൻ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്ത് വെക്കുന്നത്. ആദ്യം നോർത്തിലേക്കും സൗത്തിലേക്കും പ്ലേസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഓരോ അതിരുകൾ പറഞ്ഞു കൊടുക്കുന്നു. അതായിരിക്കും ഏറ്റവും നല്ല മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. കേരളത്തിന്റെ ഭൂപടം നിലത്ത് യഥാർത്ഥ ദിശയിൽ നിവർത്തി വെച്ച് അതിരുകൾ തിരിച്ചറിയുന്നു. ഭൂപടം നിലത്ത് യഥാർത്ഥ ദിശയിൽ തിരിച്ചു വെച്ചിട്ട് അതിരുകൾ തിരിച്ചറിയുന്ന രീതി. അടുത്ത ചോദ്യം, എന്താണ് ക്യൂണി കൾച്ചർ? ഈ കൾച്ചർ മിക്കവാറും ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറിലെല്ലാം കാണുന്ന ഏതെങ്കിലും ഒരു കൾച്ചർ ചോദിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കിയേ, ക്യൂണി കൾച്ചർ എന്താണ്? ക്യൂണി കൾച്ചർ മുയൽ വളർത്തൽ അല്ലെ. അപ്പൊ മുയല് എന്താണ് വളർത്തുന്ന ആ ഒരു മുയലിനെ എന്താണ് വളരെ നമ്മൾ നല്ല രീതിയിൽ എന്താണ് എന്താ പറയുക, ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ള മുയലുകളെയൊക്കെ വാങ്ങി അതിനെ നല്ല രീതിയിൽ പല ആവശ്യങ്ങൾക്കായിട്ട് അല്ലെ, ഇറച്ചിക്കും ഒക്കെ ആയിട്ട് അതിനെ വളർത്തിയെടുക്കുന്ന ആ ഒരു രീതിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യൂണി കൾച്ചർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് തേനീച്ച വളർത്തല്? എപ്പി കൾച്ചർ ആണ് അല്ലെ. എപ്പി കൾച്ചർ. തേനീച്ച വളർത്തൽ എന്താണ്? എപ്പി കൾച്ചർ. മീൻ വളർത്തലോ? പിസി കൾച്ചർ. പിസി കൾച്ചർ. ഇനി അടുത്ത പട്ടുനൂൽപ്പുഴു വളർത്തുന്നതാണെങ്കിലോ? സെറി കൾച്ചർ. മറന്നു പോയത്, കൾച്ചറുകളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. നോക്കിക്കേ, തേനീച്ച വളർത്തുന്നതിന് നമ്മൾ എന്താ പറയും? എപ്പി കൾച്ചർ എന്ന് പറയും. തേനീച്ചകളെ എന്താണ് അത്യാധുനികമായിട്ട് വളർത്തിയെടുത്ത് അതിന്റെ തേൻ എടുക്കുന്ന ആ ഒരു പ്രക്രിയക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എപ്പി കൾച്ചർ എന്ന് പറയുന്നത്. ഇനി മീൻ വളർത്തലാണെങ്കിലോ? പിസി കൾച്ചർ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ വളരെ എന്താണ് സുലഭമായിട്ട് അല്ലെങ്കിൽ നമുക്ക് എല്ലായിടത്തും എന്നാലും കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്താണ്? കരിമീൻ കൃഷി ചെയ്യുന്നു, പലതരത്തിലുള്ള മീനുകള്, പിന്നെന്താണ് ചെമ്മീൻ, ഇതൊക്കെ കൃഷി ചെയ്യുന്നത് അല്ലെ. അപ്പോൾ എന്താണ് മീൻ വളർത്തൽ? എന്താണ് അതിന് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന പേരെന്താണ്? പിസി കൾച്ചർ എന്നാണ് പറയുന്നത്. ഇനി പട്ടുനൂൽ പുഴുവിനെ വളർത്തുന്നതാണെങ്കിലോ? സെറി കൾച്ചർ. ഓക്കെ, പിന്നീട് നമ്മൾ പറഞ്ഞു ക്യൂണി കൾച്ചർ എന്താണ്? മുയൽ വളർത്തൽ അല്ലെ. അപ്പൊ മുയലിനെ വളർത്തുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യൂണി കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, പരിസരത്തെക്കുറിച്ച് പരിസരത്തിലൂടെ പരിസരത്തിന് വേണ്ടിയുള്ള പഠനമാണ് പരിസര പഠനം. ഇതിൽ പരിസരത്തെക്കുറിച്ച് എന്നത് സൂചിപ്പിക്കുന്നത് ഏത് മേഖലയുടെ വികാസമാണ്? നോക്കിക്കേ, മനോഭാവ മേഖല, വിജ്ഞാന മേഖല, സർഗാത്മക മേഖല, പ്രക്രിയാശേഷി മേഖല. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? പരിസരത്തെക്കുറിച്ച് പരിസരത്തിലൂടെ പരിസരത്തിന് വേണ്ടിയുള്ള പഠനമാണ് എന്തെന്ന് പറഞ്ഞത്? പരിസര പഠനം. ഇതിൽ പരിസരത്തെക്കുറിച്ച് എന്ന് പറയുന്നത് അല്ലെ, പരിസരത്തെക്കുറിച്ച് എന്ന് പറയുന്നത് എന്ന് സൂചിപ്പിക്കുന്ന ഏത് മേഖലയുടെ വികാസമാണ്? ഏത് മേഖലയുടെ വികാസമാണ്? വിജ്ഞാന മേഖലയാണ് വരുന്നത് അല്ലെ. അപ്പൊ വിജ്ഞാന മേഖലയുടെ വികാസത്തെയാണ് ഇവിടെ പരിസരത്തെ അല്ലെ പരിസരത്തെക്കുറിച്ച് പരിസരത്തിലൂടെ പരിസരത്തിന് വേണ്ടിയുള്ള പഠനം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പരിസരത്തെക്കുറിച്ച് എന്ന് പറയുന്നത് ഏതാണ്? വിജ്ഞാന മേഖലയാണ്. അടുത്ത ചോദ്യം, അന്വേഷണാത്മക പഠന പ്രക്രിയയിൽ താഴെ പറയുന്ന പ്രവർത്തനങ്ങളിൽ ടീച്ചർ നടത്തുന്ന ഘട്ടം എന്താണ്? അന്വേഷണാത്മകമാണ് അല്ലെ. അപ്പൊ അന്വേഷണാത്മക പഠന പ്രക്രിയയിൽ നമ്മൾ 5V എന്നൊക്കെ പറയും അല്ലെ.
5 ഇകളുണ്ട്. അന്വേഷണാത്മക പഠന പ്രക്രിയയിൽ 5 ഇകളുണ്ട്. ഏതൊക്കെയാണ്? എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, എൻഗേജ്, പിന്നെ ഏതാണ് ഇവാലുവേറ്റ്, ഒരു ഇയും കൂടെ ഉണ്ടല്ലോ, വിട്ടുപോയി. ഓക്കെ, അപ്പോൾ പറയാം. നോക്കി, ഈ അന്വേഷണാത്മക പഠന പ്രക്രിയയിൽ താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ടീച്ചർ നടത്തുന്ന ഘട്ടം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, കുട്ടികളുടെ സ്വന്തം ഭാഷയിൽ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് പ്രോത്സാഹനം നൽകല്, ധാരണകൾക്ക് വിശദീകരണങ്ങൾ തേടുക, ആശയങ്ങൾക്ക് വേണ്ട പിന്തുണ നൽകുക. ഇതിൽ ഏതാണ് വരുന്നത്? ഇത് മൂന്നും, അതായത് ഈ 3 കാര്യങ്ങളും ഇതിൽ ഈ 5Eയുടെ ഏത് ഘട്ടത്തിലാണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ടീച്ചർ എന്തൊക്കെയാണ് ചെയ്യുന്നത്? കുട്ടികളുടെ സ്വന്തം ഭാഷയിൽ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിന് പ്രോത്സാഹനം നൽകും. സ്വന്തമായിട്ട് അവർക്ക് എന്ത് പറയാനുണ്ടെങ്കിലും അവരുടെ ഭാഷയിൽ, അവിടെ ശരിയാണോ തെറ്റാണോ ഭാഷയിൽ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ തന്നെ അവരുടെ ഭാഷയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ അതിനുള്ള ഒരു അനുവാദം ടീച്ചർ നൽകുന്നു, അല്ലെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നീട് എന്താണ്? ധാരണകൾക്ക് വിശദീകരണങ്ങൾ തേടുക, അല്ലെ? എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? വീണ്ടും അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനായിട്ട് പറയുക. ആശയങ്ങൾക്ക് വേണ്ട പിന്തുണ നൽകുക. അപ്പൊ ഒരു ആശയ രൂപീകരണ സമയത്ത് അവിടെ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ടീച്ചർ എന്താണ്? അത് മാറ്റിക്കൊണ്ട് തന്നെ അതിന് പിന്തുണ നൽകുന്നു. ഈ 3 കാര്യങ്ങളും ടീച്ചർ ഏത് ഘട്ടത്തിലാണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എക്സ്പ്ലെയിൻ ആണോ, എക്സ്പ്ലോർ ആണോ, എൻഗേജ് ആണോ, ഇവാലുവേറ്റ് ആണോ? ഏത് സ്റ്റേജിലാണ് ടീച്ചർ ഇത് പറയുന്നത്? ഏതിലാണ്? എക്സ്പ്ലെയിനിലാണ്, അല്ലെ? എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന സ്റ്റേജിലാണ് ടീച്ചർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതായത് കുട്ടികളുടെ ആശയങ്ങൾ രൂപീകരിക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കും. പിന്നീട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? പിന്നെ അതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ടീച്ചർ എന്ത് ചെയ്യും? അവർക്ക് അതിനുള്ള സപ്പോർട്ട് നൽകും. പിന്നീട് ഒരു കാര്യം കൂടെ പറഞ്ഞല്ലോ, വിട്ടുപോയി, നോക്കട്ടെ. രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? ധാരണകൾക്ക് വിശദീകരണങ്ങൾ തേടുക, അല്ലെ? അപ്പൊ ധാരണകൾക്ക് എന്താണോ അവർ മനസ്സിലാക്കിയതെന്ന് അതെന്താണെന്ന് ടീച്ചർ അവരോട് തന്നെ ചോദിച്ചത് ക്ലിയർ ആക്കാനായിട്ട് നോക്കും, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള 3 കാര്യങ്ങളും ടീച്ചർ ഏത് സ്റ്റേജിലാണ് നടത്തുന്നത്? എക്സ്പ്ലെയിൻ എന്ന് പറയുന്ന സ്റ്റേജിലാണ് നടത്തുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്ന പ്രത്യേകതകളുള്ള കേരളത്തിലെ ജില്ല. ഇപ്പൊ 2-3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അതിന് ആ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് കേരളത്തിലെ ജില്ല ഏതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. പടിഞ്ഞാറ് അറബിക്കടൽ വരും, കിഴക്ക് കർണാടകം വരും, കേരളത്തിലെ മറ്റു 3 ജില്ലകളുമായി അതിർത്തി പങ്കിടുന്നു. ഇപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ആ ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗം അറബിക്കടലാണ്, കിഴക്ക് വശത്ത് കർണാടകമാണ്, അതേപോലെ തന്നെ കേരളത്തിലെ മറ്റു 3 ജില്ലകളുമായിട്ട് അതിർത്തിയും പങ്കിടുന്നുണ്ട്. ഓപ്ഷൻസ് ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട്, വയനാട്, അല്ലെ? കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട്, വയനാട്. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? കണ്ണൂരാണ്, അല്ലെ? ഏതാണ് ഉത്തരം വരുന്നത്? കണ്ണൂരാണ്. കണ്ണൂർ ജില്ലയുടെ പടിഞ്ഞാറ് ഭാഗം എന്താണ്? അറബിക്കടലാണ്. കിഴക്ക് വശമാണെങ്കിൽ കർണാടകവും അതേപോലെ തന്നെ കേരളത്തിലെ മറ്റു 3 ജില്ലകളുമായിട്ട് കണ്ണൂർ എന്ത് ചെയ്യുന്നുണ്ട്? അതിർത്തി പങ്കിടുന്നുണ്ട്. ഏതൊക്കെ ജില്ലയാണ്? കാസർഗോഡ്, കോഴിക്കോട്, വയനാട്. ഈ 3 ജില്ലകളുമായിട്ട് അതിർത്തി പങ്കിടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്ന സൂചകങ്ങൾ ഉപദേശികളായി വരുന്ന പ്രക്രിയാശേഷി. അപ്പൊ 2 സൂചകങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അത് വരുന്ന പ്രക്രിയാശേഷി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വസ്തുക്കൾ, സസ്യങ്ങൾ, ജന്തുക്കൾ എന്നിവയെ തിരിച്ചറിയുന്നു, സാമ്യ വ്യത്യാസങ്ങൾ കണ്ടെത്തുന്നു. അതായത് ഇപ്പൊ ഒരു വസ്തുവിനെ കണ്ട അല്ലെങ്കിൽ ഒരു ജന്തുവിനെ കണ്ടു കഴിഞ്ഞാൽ അതെന്താണെന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയാനുള്ള ആ ഒരു കഴിവും സാമ്യ വ്യത്യാസങ്ങൾ, അതായത് ഒരു ആനയും പൂച്ചയും ഒരേപോലെ അല്ല, അത് തമ്മിലുള്ള സാമ്യങ്ങളും വ്യത്യാസങ്ങളും എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. പിന്നീട് എന്താണ്? ഒന്നിലധികം ഇന്ദ്രിയങ്ങൾ വിവര ശേഖരണത്തിനായി ഉപയോഗിക്കുന്നു. അപ്പൊ ഒന്നിലധികം ഇന്ദ്രിയങ്ങൾ, ഇപ്പൊ നമ്മളൊരു കാര്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്, അതോടൊപ്പം എന്താണ്? നമ്മളുടെ ചെവി കൂടെ അത് കേട്ടുകൊണ്ട്, ഇപ്പൊ അയാളെ സംസാരിക്കാനും നമ്മൾ നോക്കുകയും ചെയ്യും, കേൾക്കുകയും ചെയ്യും. രണ്ടും ഒരേപോലെ നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഒന്നിലധികം ഇന്ദ്രിയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? വിവര ശേഖരത്തിനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതിനാണ്? നിഗമനത്തിലെത്താനാണോ, ആശയവിനിമയത്തിനാണോ, നിരീക്ഷണത്തിനാണോ, വർഗീകരണത്തിനാണോ? എന്തിനായിരിക്കും? നിരീക്ഷണത്തിനായിരിക്കും, അല്ലെ? ഇപ്പൊ നമ്മൾ ഒരാളെ ശ്രദ്ധിച്ചിരിക്കുകയാണ്, അപ്പൊ അയാൾ നമ്മളോട് സംസാരിക്കുകയാണ്, അല്ലെ? അയാൾ വേറൊരാളോട് സംസാരിക്കുകയാണ്, നമ്മൾ മാക്സിമം അത് കേൾക്കാനും ശ്രമിക്കും. പിന്നീട് എന്താണ്? അവരെ ടോട്ടലി നമ്മളൊന്ന് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യും, ഇല്ലേ? അപ്പൊ അതെന്താണ്? അപ്പോൾ ആ രണ്ടാമത്തെ ഓപ്ഷൻ വെച്ച് തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാം. എങ്ങനെയാണ്? നമ്മൾ 2 ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് വിവര ശേഖരണത്തിനായിട്ട് എന്താണ്? 2 ഇന്ദ്രിയങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് കൂടുതൽ എന്തിനായിരിക്കും? നിരീക്ഷണത്തിനായിരിക്കും, അല്ലെ? നിരീക്ഷണത്തിനായിരിക്കും. ഒരിക്കലും നിഗമനത്തിലെത്താനോ അല്ലെ ആശയവിനിമയം നടത്താനോ വർഗീകരണത്തിനോ ഒന്നുമല്ല, നിരീക്ഷണത്തിൽ എത്തിച്ചേരാൻ, അല്ലെങ്കിൽ നിരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒന്നിലധികം ഇന്ദ്രിയങ്ങൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ അന്നജം കൂടുതലുള്ള ആഹാര പദാർത്ഥം, അന്നജം സ്റ്റാർച്ച് ഏറ്റവും കൂടുതലുള്ള ആഹാര പദാർത്ഥം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മുട്ട,
തിന, കോഴി ഇറച്ചി, മോര്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ സ്റ്റാർച്ച് ഏറ്റവും കൂടിയ ആഹാര പദാർത്ഥം ഏതാണ്? തിനയാണ്. മറന്നു പോകരുത്. തന്നിരിക്കുന്ന ഈ 4 ഓപ്ഷൻസ് തന്നിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സ്റ്റാർച്ച് ഇറങ്ങിയ ഫുഡ് എന്ന് പറയുന്നത് ഏതാണ്? തിനയാണ്. നമ്മൾക്കറിയാം കിളികൾക്കൊക്കെ തീറ്റയായിട്ട് കൊടുക്കുന്ന വസ്തുവാണ് തിന, അല്ലെ? തിനയിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർച്ച് അടങ്ങിയിരിക്കുന്നത്. അടുത്തത്, കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം. എല്ലാവർക്കും അറിയാവുന്ന വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം ഏതാണ്? ഓപ്ഷൻസ് ഏതൊക്കെ തന്നിട്ടുണ്ട്? മത്തി, കരിമീൻ, അയല, ചെമ്മീൻ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ അതില് സംസ്ഥാന മത്സ്യം എന്ന് പറയുന്നത് ഏതാണ്? കരിമീനാണ്, അല്ലെ? കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം ഏതാണ്? കരിമീനാണ്. മറന്നുപോയത് നമ്മുടെ സംസ്ഥാനത്തിന്റെ മൃഗം, പക്ഷി, പിന്നീട് എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ സംസ്ഥാന മത്സ്യം എന്ന് പറയുന്നത് ഏതാണ്? കരിമീനാണ്. ഓക്കെ. അടുത്ത ചോദ്യം, തെറ്റായ ജോഡി ഏത്? ഏപ്രിൽ 22 ലോക ഭൗമദിനം, മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം, മാർച്ച് 22 ലോക വനദിനം, സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനം. ഈ ദിനങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് പരിസര പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട ദിനങ്ങൾ, ഈ ഓസോൺ ദിനം, ഭൗമദിനം, വനദിനം, ജലദിനം, കാലാവസ്ഥാ ദിനം, തണ്ണീർത്തട ദിനം, അങ്ങനെയൊക്കെയുള്ള സയൻസുമായിട്ട് ബന്ധപ്പെട്ട ദിനങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചിട്ട് വേണം തന്നെ പോകാനായിട്ട്. ഓക്കെ. അപ്പൊ ഇവിടെ ഏതൊക്കെയാണ്? ഏപ്രിൽ 22 ലോക ഭൗമദിനം, അല്ലെ? വേൾഡ് എർത്ത് ഡേ ആണ് ഏപ്രിൽ 22. അത് കറക്റ്റ് ആണ്. ഓപ്ഷൻ എ കറക്റ്റ് ആണ്. ഇനി മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം, അല്ലെ? ജൈവ വൈവിധ്യ ദിനം എന്താണ്? വേൾഡ് ബയോഡൈവേഴ്സിറ്റി ഡേ ആണ് എന്തെന്ന് പറയുന്നത്? മെയ് 22 എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് മാർച്ച് 22 എന്താണ്? ലോക വനദിനം. അപ്പൊ ഇതും ശരിയാണ്, അല്ലെ? ഇനി ഓപ്ഷൻ 3 എന്താണ്? മാർച്ച് 22 ലോക വനദിനം. അത് ശരിയാണോ? ശരിയല്ല, തെറ്റാണ്. മാർച്ച് 21 ലോക വനദിനം എന്ന് പറയുന്നത്. മാർച്ച് 21. ഓക്കെ. അടുത്ത സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനമാണ്, അല്ലെ? അന്താരാഷ്ട്ര ഓസോൺ ദിനമാണ് എന്തെന്ന് പറയുന്നത്? സെപ്റ്റംബർ 16. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞത് ഏപ്രിൽ 22 ലോക ഭൗമദിനം, മെയ് 22 എന്ന് പറയുന്നത് എന്താണ്? ലോക ജൈവ വൈവിധ്യ ദിനം, അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ഡേ ആണ്. പിന്നീട് സെപ്റ്റംബർ 16 എന്താണ്? അന്താരാഷ്ട്ര ഓസോൺ ദിനം, ഇന്റർനാഷണൽ ഓസോൺ ഡേ ആണ്. പിന്നീട് ഇവിടെ മാർച്ച് 21 എന്ത് ദിനമാണ്? വനദിനമാണ്. അപ്പൊ മാർച്ച് 21 പഠിക്കുമ്പോൾ അതിന്റെ കൂടെ തന്നെ പഠിക്കാനുള്ള 2 ദിവസങ്ങൾ കൂടിയുണ്ട്. മാർച്ച് 22 എന്താണ്? ലോക ജലദിനമാണ്. മറന്നു പോകരുത്, വാട്ടർ ഡേ, ജലദിനം. ഇനി മാർച്ച് 23 എന്താണ്? കാലാവസ്ഥാ ദിനം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. ഇത് അടുത്തടുത്ത ദിവസങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. ഇത് തന്നെ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ 21 വനദിനം, 22 ജലദിനം, 23 കാലാവസ്ഥാ ദിനം. മറക്കരുത്, വനം, ജലം, കാലാവസ്ഥ, അല്ലെ? വനം, ജലം, കാലാവസ്ഥ. മാർച്ച് 21, 22, 23 അടുത്തടുത്ത ദിവസങ്ങളാണ്, തോർക്കണം. അതേപോലെ തന്നെ ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനമാണ്. അതും കൂടി ഒന്ന് ഓർത്തിരിക്കുക. തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 എന്താണ്? തണ്ണീർത്തട ദിനമാണ്. അപ്പം നമ്മൾ എക്സ്ട്രാ ആയിട്ട് 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. മാർച്ച് 21 വനദിനം, മാർച്ച് 22 എന്താണ്? ജലദിനമാണ്, മാർച്ച് 23 കാലാവസ്ഥാ ദിനം, അല്ലെ? അതിനുശേഷം ഫെബ്രുവരി 2 എന്താണ്? തണ്ണീർത്തട ദിനമാണ്, വേൾഡ് വെറ്റ്ലാൻഡ് ഡേ ആണ് ഫെബ്രുവരി 2 എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ദിനങ്ങൾ ഓർത്തിരിക്കുക. സയൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ദിനങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പോൾ അതിൽ ഓർമ്മ വന്ന കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ഓക്കെ. അടുത്ത ചോദ്യം, പൊള്ളലേറ്റാൽ നൽകേണ്ട പ്രഥമ ശുശ്രൂഷ. അപ്പോൾ ഒരാളുടെ ശരീരം പൊള്ളി എങ്കിൽ നമ്മൾ കൊടുക്കേണ്ട പ്രഥമ ശുശ്രൂഷ എന്താണ്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഉപ്പുവെള്ളത്തിൽ കഴുകുക, നെയ്യ് പുരട്ടുക, സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക, 10 മുതൽ 15 മിനിറ്റ് സാധാരണ ജലം ഒഴിക്കുക. എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ തന്നെ ശരീരം പൊള്ളുകയാണ് എന്ന് വിചാരിച്ചോളൂ. ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ സാധാരണ ജലം ഉപയോഗിച്ച് 10 മുതൽ 15 മിനിറ്റ് വരെ കഴുകുകയാണ് ചെയ്യേണ്ടത്, അല്ലേ? അവിടെ ഉപ്പുവെള്ളവും വേണ്ട, തണുത്ത വെള്ളവും വേണ്ട, ചൂടുവെള്ളവും വേണ്ട, ഒന്നും വേണ്ട. എന്താണ് ചെയ്യുന്നത്? നോർമൽ വാട്ടർ, സാധാരണ ജലം ഉപയോഗിച്ച് എന്ത് ചെയ്യണം? 10 മുതൽ 15 മിനിറ്റ് വരെ അവിടെ കഴുകണം. അല്ലാതെ നമ്മൾ അവിടെ നെയ്യ് പുരട്ടാനോ അല്ലെങ്കിൽ ഉപ്പ് വെള്ളം ഒഴിച്ച് കഴുകാനോ സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകാനോ ഒന്നും പോകരുത്. സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകുന്ന എപ്പോഴാണ്? പട്ടി വല്ലതും കടിക്കുകയാണ്, നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ആനിമൽ ബൈറ്റ് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ അന്നേരം തന്നെ സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകണം. കാരണം പോയിസൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അകത്തേക്ക് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് സോപ്പ്. അതുമല്ല അതിന്റെ ഉമിനീരും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്ത് പറ്റും. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ പട്ടി കടിക്കാന്ന് തന്നെ വെച്ചോ. പട്ടി കടിക്കുമ്പോൾ എന്തായാലും അതിന്റെ ഉമിനീര് നമ്മുടെ കടിക്കുന്ന ഏത് ഭാഗമാണോ അവിടെ എല്ലാം പറ്റും. അപ്പൊ അത് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ആവാതെ അല്ലെ റാബീസ് ഒന്നും പടരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറയുന്ന
എന്താണ് സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകണം. അപ്പോൾ ഒരിക്കലും പൊള്ളലേറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യരുത്? സോപ്പും വെള്ളം ഉപയോഗിച്ച് കഴുകരുത്, ഉപ്പ് ഉപയോഗിച്ച് കഴുകരുത്. നമ്മൾ പേസ്റ്റ് ഒക്കെ തേക്കും അല്ലെ, ഒരു തണുപ്പ് അനുഭവപ്പെടാൻ വേണ്ടി പേസ്റ്റ്, പിന്നെ അതുപോലെ തേന്, പിന്നെന്താണ് അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഇതൊന്നും അല്ല ശരിക്കും ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യണം? നോർമൽ വാട്ടർ ഉപയോഗിച്ച് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ കഴുകുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഉത്തരം വരുന്ന ഓപ്ഷൻ ഡി ആണ്. 10-15 മിനിറ്റ് എന്ത് ചെയ്യുക? സാധാരണ ജലം ഉപയോഗിച്ച് കഴുകുക. ഓക്കെ, അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്നവയിൽ കള്ളിമുൾ ചെടിയുടെ വിഭാഗത്തിൽപ്പെടുന്ന ചെടി ഏത്? നിശാഗന്ധി എപ്പിഫില്ലം, ഇലമുളച്ചി ബ്രയോഫില്ലം, കറിവേപ്പില, പേര. ഏതാണ് കള്ളിമുൾ ചെടിയുടെ കാറ്റഗറിയിൽ വരുന്ന ചെടി? ഏതാണ് വരുന്നത്? നിശാഗന്ധിയാണോ, ഇലമുളച്ചിയാണോ, കറിവേപ്പിലയാണോ, പേരയാണോ? ഏതാണ് വരുന്നത്? നിശാഗന്ധി എപ്പിഫില്ലമാണ് അല്ലെ. അപ്പൊ നിശാഗന്ധി എന്നറിയപ്പെടുന്ന എപ്പിഫില്ലമാണ് എന്ത്? ഇലമുളച്ചി എന്ന് പറയുന്ന ആ ഒരു ചെടിയുടെ എന്തായിട്ട് വരുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന മറ്റൊരു ചെടിയാണ് നിശാഗന്ധി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്